ഇറ്റ് ഓൾ ഹാപ്പൻസ്. അപ്പോൾ നമുക്ക് പൈസ ഒരു ഭയങ്കര ഫാക്ടറാണ്. ആണ്. പിന്നെ നിങ്ങളെ ഷോസ് ശരിക്കും ഇവിടെ ഈ സ്റ്റേജ് ഒക്കെ കിട്ടിയിട്ടുള്ള ആ റേഞ്ചിൽ വേണ്ട നടക്കാൻ? അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ഭയങ്കര കോമഡി എന്താ വെച്ചാൽ നമ്മൾ വിളിക്കുന്ന ഈ ഇവന്റ് മാനേജ്മെന്റ് ടീംസിനെ പോലും നമ്മൾ പലപ്പോഴും എഡ്യൂക്കേറ്റ് ചെയ്യണം. സി ദർ ആർ 3 കൈൻഡ് ഓഫ് ഷോസ്. ഒന്ന് നമുക്ക് സ്റ്റേജ് ഷോസ്, ദി അതർ വൺ ഈസ് പാർലർ ഷോസ്, ദി അതർ വൺ ഈസ് ക്ലോസപ്പ് ഷോസ്. ഇതിൻ്റെ തന്നെ പല പല വേരിയേഷൻസ് സംഭവിക്കാം. ഇപ്പോൾ ക്ലോസപ്പിൻ്റെയും പാർലറിൻ്റെയും മിക്സ് ആയിട്ടുള്ളൊരു ഷോ വരാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ക്ലോസപ്പ് ഷോസ് വളരെ അടുത്ത്. പാർലർ എന്ന് പറയുമ്പോൾ നമുക്ക് അടുത്ത് തന്നെയാണ്, പക്ഷെ ഒരു ഹാർഡ്ലി ഒരു 100 അല്ലെങ്കിൽ 50 മെമ്പേഴ്സിനൊക്കെ വെച്ചിട്ടുള്ള നമ്മുടെ ഷോ. അതിൽ നമുക്ക് കുറച്ചും കൂടി കണക്റ്റഡ് ആവും. സ്റ്റേജ് ഷോ എന്ന് പറഞ്ഞ സമയത്ത് എൻറ്റയർലി ഡിഫറെന്റ്. അതിലേക്കാണ് എല്ലാ മജീഷ്യൻസ്, ഐ ബിലീവ് സോ, എല്ലാ മജീഷ്യൻസും ഫോക്കസ് ചെയ്യുന്നത് സ്വന്തമായിട്ടൊരു ഫുൾ തീമിലുള്ള ഷോ. ഫുൾ തീമില് നമ്മളെ മാജിക്കുകൾ ഫുള്ള് പ്രസന്റ് ചെയ്യാം. അതെ അല്ലേ, നമ്മളതായിട്ട് കണ്ടുപിടിച്ച മാജിക്കുകൾ പ്രസന്റ് ചെയ്യാം. അതെ. അതിന്റെ വേറെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു ടിക്കറ്റഡ് ഷോ ആണ് വെക്കുന്നത് വിചാരിക്കുക. ഒന്നും വേണ്ട, 100 രൂപ ടിക്കറ്റിനുള്ള ഒരു ഷോ ആണ് നമ്മൾ ചെയ്യുന്നെങ്കിൽ ഈ വെറും 100 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് വരുന്ന ഒരാൾക്ക് ഇതിനൊരു താല്പര്യം ഉണ്ടാവും, അത് കാണാൻ താല്പര്യം ഉണ്ടാവും. സോ നോ മാറ്റർ ഹൗ മെനി വെഡിങ് ഷോസ് യു ഡു, കോർപ്പറേറ്റ് ഷോസ് യു ഡു, അതിലൊക്കെ ഒരുപാട് ഇതിന് വലിയ താല്പര്യം ഇല്ലാത്ത ഒരു ബഹുഭൂരിപക്ഷ ആൾക്കാർ അവിടെ ഉണ്ടാവും. ടിക്കറ്റ് ഷോ സമയത്ത് അത് താല്പര്യമുള്ള ആളുകളെ വരുള്ളൂ. സോ നമുക്ക് നല്ലൊരു ക്രൗഡിനെ കിട്ടും. നല്ലൊരു ക്രൗഡിനെ കിട്ടുക എന്നുള്ളതാണ് ഒരു പെർഫോമറിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യം. അത് സ്റ്റാൻഡപ്പ് കോമഡി ആയിക്കോട്ടെ, എന്ത് ആർട്ട് ആയിക്കോട്ടെ. ഇപ്പോൾ ഒരു മോഡേൺ ആർട്ട് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണെന്ന് വിചാരിച്ചു. ഓക്കെ, അയാളൊരു വെഡ്ഡിങ്ങിൽ വന്നിട്ട് ഒരു മോഡേൺ ആർട്ട് ഷോക്കേസിങ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? മനസ്സിലായി. എന്താ അത് ഇത് കാണാൻ പോലും ആർക്കും താല്പര്യമൊന്നും ഉണ്ടാവില്ല. പക്ഷെ അതിന് പറ്റുന്ന ഒരു ഓഡിയൻസിന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ബെസ്റ്റാണ്. പിന്നെ നമ്മൾ വി ആർ യൂസ് ടു ഓൾ ഹെക്ലേഴ്സ്, ഇങ്ങനെ ഷോ ഡിസ്റ്റർബ് ചെയ്യുന്ന ആളുകളും നമുക്ക് ഒരുപാട് മെയിനാവാൻ നോക്കൂല. ഓ അതല്ലേ, അതെ, പുറത്ത് വിളിച്ചവരുടെയൊക്കെ അതെല്ലായിടത്തും ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാൽ അവിടെയും ആളുകൾക്ക് ഇങ്ങനൊക്കെ ഒരു മെന്റാലിറ്റി ഒക്കെ ഉണ്ട്. അവിടെ ഹെക്ലേഴ്സ് വന്നു കഴിഞ്ഞാൽ ഭയങ്കരമാണ്. അവിടെ ഇവിടുത്തെ പോലെ ഇവിടെ കുറച്ച് ആൾക്കാർ കുറച്ച് പാവാണ്. ഇവിടെ വന്ന ആളാവണമെന്നേ ഉള്ളൂ. അവിടെ പിന്നെ അവന്മാരത് ഈഗോ പിടിച്ച് പിന്നെ കുളമാക്കി പിന്നെ ചില സമയത്ത് ഷോ എന്നൊക്കെ നമുക്ക് പുറത്താക്കേണ്ടിയൊക്കെ വരും. ആ ലെവലിലേക്കുള്ള പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. പക്ഷേ എങ്കിലും അവരെ നമ്മൾ ഒതുക്കണം. അവരും നമ്മളെ ഒരു എന്താ പറയുക ഓഡിയൻസ് ആണല്ലോ, അവരെ നമ്മൾ ഒതുക്കണം. സോ ഹൗ ടു ഹാൻഡിൽ ഹെക്ലേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്ക് തന്നെ ഉണ്ട്. അതിന് 2-3 വേർഷൻസ് എങ്ങാനുണ്ട് അതിന്. ശരിക്കും ഈ എന്താണ് സ്റ്റേജ് ഷോക്കുള്ള ഒരു സാധനം തന്നെയാണല്ലോ. അതെ പുറത്തുനിന്ന് വിളിച്ചറിയണല്ലേ ഹെക്ലേഴ്സ് എന്ന് പറയണേ. അത് നമ്മള് ഷോ കൊളാക്കാൻ വേണ്ടി വരില്ലേ? കൊളാക്കാൻ തന്നെ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അയാൾ നമ്മളെ ഷോ കൊളാക്കാൻ വരികയാണ്. ഓക്കെ, ഷോന്റെ ഒരു ബേസിക് തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോക്കസ് ഷുഡ് ബി ഓൺ സ്റ്റേജ്, അല്ലെങ്കിൽ അങ്ങനെയാണ് നമുക്ക് അത് ഇപ്പോൾ നമ്മൾ പല സ്റ്റാൻഡപ്പ് കോമഡി ഷോസിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ചിലർ വന്നിട്ട് ഓവറായിട്ട് സംസാരിച്ചിട്ട് അവനെ സ്റ്റാൻഡപ്പ് കോമഡി പറയുന്ന ആളെ പറയാനും സമ്മതിക്കൂല. ഇവന്മാരെന്തൊക്കെയാ അലമ്പാക്കിയിട്ട് അപ്പൊ പിന്നെ ഒരു വഴിയേ ഉള്ളൂ, ഇവരെ ഹാൻഡിൽ ചെയ്യും. ഏത് പെർഫോമർ ആണെങ്കിലും അവർ ദേ ആർ യൂസ് ടു ദിസ്. അപ്പൊ അവരത് ഹാൻഡിൽ ചെയ്ത് അവർ ഒതുക്കും. ഈ മാജിക് എന്ന് പറയുമ്പോൾ ശരിക്കും ആ പെർഫോമൻസും കൂടി അതിന്റെ ഭാഗമല്ലേ, അല്ലെ ജസ്റ്റ് ട്രിക്സ് മാത്രമല്ല, ഫുൾ ആ ഒരു കോൺസെപ്റ്റ് അതെല്ലാം മൂഡിലേക്കാണ് വരണം. ഭയങ്കര ആ ഒരു മൂഡിലേക്ക് കൊണ്ടുവരണം. അപ്പം ആ ഒരു മൂഡിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മളെന്തും ചെയ്യും. ഡേവിഡ് ബ്ലൈൻ്റെ ഷോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പുള്ളിക്കാരൻ ഒരു വലിയൊരു പോളിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് അതിൽ നേരെ ഇങ്ങോട്ട് ചാടുകയാണ്. അതാണ് ഫസ്റ്റ് ആക്ട്. സ്റ്റേജിൽ ഓഡിയൻസ് ഈ തിയേറ്ററിലേക്ക് വരുന്ന സമയത്ത് പുള്ളീനെ ഒരു ബലൂണിൽ കയറ്റിയിട്ട് ഇങ്ങനെ ആ തിയേറ്ററിൻ്റെ ഉള്ളിൽ പുള്ളിനെ ഇങ്ങനെ കെട്ടി പൊക്കിയിരിക്കുകയാണ്. എന്നിട്ട് ഒരു 4-5 കയറ് ഇങ്ങനെ ഉണ്ടാവും. എന്നിട്ട് ഈ അസിസ്റ്റൻസ് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് വലിക്കാം. സോ
അല്ല ഇത് നമ്മൾ ഇതിന്റെ ഏറ്റവും എക്സ്ട്രീം വരെ പോവാൻ നമ്മൾ തയ്യാറാണ്. ലൈഫ് വെച്ചിട്ട് തന്നെ കളിക്കണം. ലൈഫ് വെച്ചിട്ട് കളിക്കാനും നമ്മൾ തയ്യാറാണ്. ഐ മീൻ ബ്ലെയിനൊക്കെ ആ റേഞ്ചിൽ തന്നെ ബ്ലെയിൻ ഒരു എക്സ്ട്രീം സ്റ്റണ്ട് സംഗതി ഒക്കെ പിന്നെ ചെയ്യുന്നത്. ബ്ലെയിന്റെ പോഡ്കാസ്റ്റ് ഒക്കെ കേൾക്കുമ്പോ ബ്ലെയിൻ പറഞ്ഞ ട്രിക്ക് മാത്രല്ല മെന്റലി അതിന് പ്രിപ്പയർ ട്രെയിൻ ചെയ്തിട്ട് വേണം അവനെ ഉണ്ടാക്കി അതെ, അതെ, എന്ന് അതെ. പറയുന്നുണ്ട്. ആ ബ്രീത്ത് പിടിക്കുന്നൊക്കെ അതെ. അമ്മാര് ട്രെയിൻ ചെയ്യേണ്ടി മൈൻഡിനെ ശരിക്കും ഭയങ്കര ട്രെയിൻ ചെയ്യണ്ടേ. മൈൻഡിന് ഭയങ്കരമായി ട്രെയിൻ ചെയ്യണം. എസ്പെഷ്യലി നമ്മൾ കാമാവാൻ വേണ്ടിയിട്ട് ഒരുപാട് നമ്മൾ ട്രെയിൻ ചെയ്യണം. സംടൈംസ് ദ ഷോ എന്താ പറയുക, അത് അങ്ങനെ നമ്മൾ വിചാരിച്ച പോലെ ഇറ്റ് ഡസൻ ഗോ വെൽ ആസ് വി വാണ്ടഡ് ടു. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഷോ ചെയ്ത് തുടങ്ങുന്ന സമയത്ത് എനിക്കിങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ലൈക്ക് ഒരു ഷോ ആ സ്റ്റേജ് കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പോയി. കിടിലൻ സ്റ്റേജ്. അതിൻ്റെ ഒരു റാമ്പ് വാക്ക് പോലെ നമുക്ക് ഈ സ്റ്റേജിലൂടെ ഇങ്ങനെ കുറേ നടന്ന് അങ്ങോട്ട് ചെല്ലാൻ പറ്റും ഓഡിയൻസിൻ്റെ ആ ക്രൗഡിലേക്ക്. അങ്ങനെ ഇത് കലക്കും ഞാൻ കലക്കും എന്ന് പറഞ്ഞിട്ട് അന്ന് ടൈം കിട്ടിയില്ല. ഭയങ്കര വിഷമായി. ആ കോർഡിനേറ്റേഴ്സ് പറഞ്ഞു പൈസ തരാം വിഷയം. പൈസ അല്ലല്ലോ അവിടെ. അവിടെ ഞാൻ പറഞ്ഞു പറ്റില്ല, എനിക്ക് എന്തെങ്കിലും ചെയ്ത് പറ്റുന്നത്. ലാസ്റ്റ് ഒരു 15 മിനിറ്റ് തരാം, എന്തെങ്കിലും ചെയ്യാൻ പറ്റും. 15 മിനിറ്റ് ഇവർ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ് ഞാൻ സ്റ്റേജിൽ കയറി ഒരു ഓപ്പണിങ് ക്രിയേറ്റ് ചെയ്യുമ്പോഴേക്ക് 10 മിനിറ്റ് തീരും. അപ്പോൾ എങ്കിലും എനിക്ക് സ്റ്റേജിൽ കയറണം എന്നുള്ളതുകൊണ്ട് ഞാൻ കയറി. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു ഇല്ല പൈസൻ്റെ അല്ല, എനിക്ക് എന്തായാലും സ്റ്റേജിൽ കയറണം എന്ന് പറഞ്ഞാൽ ഞാൻ കയറി. അത് നല്ലൊരു ആക്ടൊന്നും ആയില്ല. അത് ഉള്ള പറയണല്ലോ. ഇറ്റ് ഡിഡ്ന്റ് വർക്ക് വെൽ. ഐ മീൻ ഇറ്റ് വാസ് ഗുഡ്, ഓക്കെ. പക്ഷേ എനിക്കങ്ങനെ ഓഡിയൻസുമായിട്ട് അങ്ങനെ കണക്ട് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ 2 പേരെ ഞാൻ വിളിച്ച് ആകെ ഞാൻ ഇങ്ങനെ ഒരു സംഗതികൾ ഉണ്ടാകുമ്പോൾ വിഷമം ഉണ്ടാകുമ്പോൾ ഷോസിന് റിലേറ്റഡ് ആയിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ വിളിക്കുന്നു. രാകേഷ് ശ്യാമനെ വിളിക്കും, ഒന്ന് മൂർത്തി സാറിനെ വിളിക്കും. അപ്പോൾ ഫസ്റ്റ് മൂർത്തി സാറിനെ വിളിച്ച് കിട്ടില്ല. അപ്പം ഞാൻ മിസ്റ്റർ രാകേഷ് ശ്യാമനെ വിളിച്ചപ്പോൾ പുള്ളി പറഞ്ഞു സിമൂസ് ലാസ്റ്റ് വീക്ക് എനിക്ക് മുംബൈയിൽ ഒരു ഷോ ഉണ്ടായിരുന്നു, നിനക്കറിയാം എന്താ സംഭവിച്ചെന്നു പുള്ളി ഹീ ഷെയർഡ് എ ഹൊറിബിൾ സ്റ്റോറി അമ്മേ. പുള്ളി പറഞ്ഞു എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു സ്റ്റേജിൽ നിന്ന്. അത് ഭയങ്കര റെപ്യൂട്ടഡ് ആയിട്ട് ഷോ. പുള്ളി ഇറങ്ങിപ്പോകുന്നു അവിടെ നിന്ന്. ഞാൻ പേയ്മെന്റ് ഒന്നും എങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതാണ്. ശരിയാണ്. അപ്പം ഇത് അല്ല ടോപ്പ് നോച്ച് പെർഫോമേഴ്സിന് വരെ ഈ സംഗതികൾ സംഭവിക്കുന്നുണ്ട്. സോ ഐ ഡോണ്ട് കൺസിഡർ മൈസെൽഫ് ആസ് എൻ എക്സ്പെർട്ട്. ഐ എം ഗുഡ് അറ്റ് വാട്ട് ഐ യൂസ് ടു ഡു, നോട്ട് നൗ. ഇപ്പം എനിക്ക് സ്കിൽസ് വളരെ കുറവാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദ എമൗണ്ട് ഓഫ് പ്രാക്ടീസ് ഐ യൂസ് ടു ഡു, അതിൻ്റെ ഒരു 20% പോലും ഞാനിപ്പോൾ അതിലേക്ക് ഇടുന്നില്ല. ബിസി വിത്ത് മൈ അതർ വർക്ക്സ്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ എന്ന് പറയുമ്പോൾ പിന്നെ ഈ ബിഗിനർ ചെയ്യുന്ന അത്ര എഫേർട്ട് ഇടേണ്ട കാര്യമില്ല. അങ്ങനല്ല, അത് ഇനിയിപ്പോൾ എൻ്റെ പ്രശ്നം കൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഞാൻ ഒരു സംഗതി പറയാം. ഞാൻ എക്സ്പീരിയൻസ് അവിടെ വർക്ക് ചെയ്യുന്നത് ഞാനിപ്പോൾ US നമ്മൾ റെഗുലർലി ഷോ ഉണ്ടല്ലോ, റെഗുലർലി ഷോ. അപ്പൊ ടച്ചിലായിരിക്കും. അവിടെ നിന്ന് ഇങ്ങനെ ക്രാഫ്റ്റ് ഉണ്ടല്ലോ, നമ്മുടെ ക്രാഫ്റ്റ് ഇങ്ങനെ പറക്കും നമ്മുടെ കയ്യിൽ നിന്ന്. ഫുൾ ടച്ചില് എടുക്കാൻ പറ്റുണ്ടാവില്ലേ? ഞാൻ ലിറ്ററലി അവിടെ ഒരു മജീഷ്യനായിട്ട് ജീവിച്ചാണ്. ചിലരെ എനിക്ക് ഇപ്പോഴും ചില ഇൻസിഡൻസ് ഓർമ്മയുണ്ട്. ഒരു നല്ല ഹൈറ്റ് ഉള്ള ഒരു ആഫ്രിക്കൻ ആണെന്ന് തോന്നുന്നു, ബ്ലാക്ക് സ്കിൻഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. അപ്പം പുള്ളിക്കാരന് ഞാൻ ആക്ട് ചെയ്തു. അതെൻ്റെ ഒരു ഓപ്പണിങ് ആക്ട് ഉണ്ട്, ക്ലോസപ്പിലുള്ള ഒരു ഓപ്പണിങ് ആക്ട്. അത് ചെയ്ത് ഞാൻ പറയാം, അത് ഞാൻ മിക്കവാറും ഒരു 5000 പ്രാവശ്യം ഞാൻ ആ സാധനം പെർഫോം ചെയ്തിട്ടുണ്ടാവും. 5000 പ്രാവശ്യം ഒരു സാധനം ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ മെഴുകും കയ്യിൽ. അപ്പോൾ ഈ സാധനം അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് പുള്ളി ആണ് വിശ്വസിച്ച് സാധനം. ഇവൻ ഇങ്ങനെ അന്തരീക്ഷത്തിൽ നിന്ന് പലതും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മച്ചാനാണ്. പുള്ളി അങ്ങനെ വിശ്വസിച്ച്. അപ്പോൾ പുള്ളി ലിഫ്റ്റിൽ ഒക്കെ കാണാറുണ്ട് ഞാൻ പുള്ളിനെ. അപ്പോൾ പിന്നെ അപ്പോൾ അന്ന് റിപ്പീറ്റഡ് ആയിട്ട് പുള്ളീനെ കണ്ടു. ഞങ്ങൾ ഒരേ ഇതിലല്ലേ താമസിക്കുന്നത്. അപ്പോൾ പുള്ളീനെ കാണാൻ പുള്ളി ലിഫ്റ്റിലിരുന്ന സമയത്ത് എന്നോട് പറയും എടുക്ക് വേണോ ഇതാ പിടിച്ചോ.
ഇതെനിക്ക് മൂർത്തി സാധനം അല്ല മുരളിയേട്ടൻ്റെ അടുത്ത് കിട്ടിയാണ്. മുരളിയേട്ടൻ്റെ അടുത്ത് കിട്ടിയാണ് സാധനം. അപ്പൊ പുള്ളി ഞെട്ടി. പുള്ളി എനിക്ക് പൈസ ഒക്കെ ഓഫർ ചെയ്തൊന്നും എനിക്ക്. ഞാൻ നിനക്ക് ഇത്ര പൈസ തരാം, നീ എനിക്ക് ഇത് പഠിപ്പിച്ചു തരുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് കാണുന്ന പോലെയല്ല, ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ആൻഡ് ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ യു മൈ നോട്ട് ബി ഇൻട്രസ്റ്റഡ് ഇൻ ദിസ് എന്നാണ് ഞാനെല്ലാം കൂടി പഠിക്കുന്നത്. പിന്നെ അങ്ങനെ പുള്ളീനെ ഞാൻ പുറത്ത് വെച്ചാണ്ട് പുറത്തുനിന്ന് നമ്മൾ പുറത്ത് പോയി മെക്സിക്കോയിലൊക്കെ കണ്ടാണ് തോന്നുന്നുണ്ട്. അതിൻ്റെ ഒരു കോമഡി എന്താ അറിയോ, ഞാൻ അന്ന് ഒരു 3/4 പോലെ ഒരു സാധനം കേട്ടിട്ടുണ്ട്, വളരെ ഓഫ് ബീറ്റിൽ ഇങ്ങനെ നടന്നു പോകണം. അപ്പോൾ പുള്ളി കണ്ടു, അതും സ്ലീവ്ലെസ് ഒക്കെ ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ പോകാൻ പുള്ളി വന്ന് എൻ്റെ അടുത്തേക്ക് പറഞ്ഞു, നീ ഇപ്പൊ ഒന്ന് പ്രൊഡ്യൂസ് ചെയ്യണം. ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത് ഞാൻ ഫുൾ അങ്ങനെ. ആ സമയത്ത് ഐ വാസ് ലിവിങ് ആസ് എ മ്യൂസീഷ്യൻ. എപ്പോഴും റെഡിയാണ്, എപ്പോഴും സാധനം